എല്ലാവർക്കും നമസ്കാരം. കേരള PSC 2025 ജനുവരി വിജ്ഞാനപ്രകാരമുള്ള വകുപ്പുതല പരീക്ഷകളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആയതുമായി ബന്ധപ്പെട്ട് കേരള PSC പുറപ്പെടുവിച്ചിരിക്കുന്ന വിജ്ഞാപനം നമുക്ക് നോക്കാം. 2025 ജനുവരി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൻ്റെ ഭാഗമായി വിവിധ വകുപ്പ് തല ഓൺലൈൻ OMR വിവരണാത്മക പ്രായോഗിക പരീക്ഷകളുടെ ഫലങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നു. ജൂൺ 26-നാണ് റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരീക്ഷാ ഫലത്തിൻ്റെ വിജ്ഞാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ kerala.psc.gov.in പരിശോധനയ്ക്ക് ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷാഫലം സ്വന്തം പ്രൊഫൈൽ വഴിയോ PSC വെബ്സൈറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് റിസൾട്ട് ലിങ്ക് വഴിയോ പരിശോധിക്കാവുന്നതാണ്. വിദ്യാർത്ഥി ഒരു ടെസ്റ്റിന് മുഴുവനായും ജയിച്ചിട്ടുണ്ടോ എന്ന് ആ ടെസ്റ്റിൻ്റെ എല്ലാ പേപ്പറുകളുടെയും ഫലങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അതായത് നമുക്ക് എക്സാം പാസ്സാകാനായിട്ട് ഓരോ പേപ്പറിൻ്റെയും ആകെയുള്ള സാധുവായ ക്വസ്റ്റ്യൻസിൻ്റെ 40% മാർക്കാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഇപ്പോൾ അക്കൗണ്ട് ടെസ്റ്റ് പാസ്സാവാനാണെങ്കിൽ അക്കൗണ്ട് ടെസ്റ്റിൻ്റെ കീഴിൽ 4 പേപ്പറുകളാണ് ഉള്ളത്. KSR, കേരള ഫിനാൻഷ്യൽ കോഡ്, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, കേരള ട്രഷറി കോഡ് എന്നിവ. ഈ 4 പേപ്പറും പാസ്സായെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ അക്കൗണ്ട് ടെസ്റ്റിൻ്റെ ലോവറിൻ്റെയോ ഹയറിൻ്റെയോ ഒക്കെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പർ ഇപ്പോൾ KSRO കേരള ഫിനാൻഷ്യൽ കോഡ് എക്സാം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അടുത്ത എക്സാമിന് അത് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അക്കൗണ്ട് ടെസ്റ്റിന് സർട്ടിഫിക്കറ്റ് ലഭിക്കുക. അപ്പോൾ ഒരു ടെസ്റ്റിന് മുഴുവനായിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഏതെങ്കിലും പേപ്പർ ഫെയിൽ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ചാൻസിൽ അത് എഴുതിയെടുത്താൽ മാത്രമാണ് നമുക്ക് ആ ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് ലഭിക്കുന്നത്. ഇനി എക്സാമിന് വിചാരിച്ച മാർക്ക് ലഭിക്കാത്തവരോ എക്സാമിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. ഈ ഓൺലൈൻ പരീക്ഷ അറ്റൻഡ് ചെയ്തവർക്കായിട്ട് ഉത്തരക്കടലാസിൻ്റെ പ്രിൻ്റ് ഔട്ട് കേരള PSC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉത്തരക്കടലാസിൻ്റെ പ്രിൻ്റ് ഔട്ട് ആവശ്യമുള്ളവർ പേപ്പർ 1-ന് 630 രൂപ ഫീസ് എന്ന നിരക്കിൽ ഒരു ഹെഡ് അവർ കൊടുത്തിട്ടുണ്ട്. ആ ഹെഡിൽ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ചലാൻ ഓർ ഇ ചലാൻ ഒടുക്കി അപേക്ഷിക്കേണ്ടതാണ്. അപ്പൻഡിക്സ് 5-ൽ കൊടുത്തിട്ടുള്ള മാതൃകയിലുള്ള അപേക്ഷകൾ പരീക്ഷാഫലം അംഗീകരിച്ച് 30 ദിവസത്തിനകം ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ജോയിൻറ്റ് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. ഒരു പരീക്ഷാർത്ഥിക്ക് സ്വന്തം ഉത്തരക്കടലാസിൻ്റെ പ്രിൻ്റ് ഔട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ്, മാർക്ക് പുനഃപരിശോധന OMR പരീക്ഷകൾക്ക് മാത്രം. അപ്പോൾ റീവാലുവേഷനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഉത്തരക്കടലാസുകൾ പുനർമൂല്യനിർണ്ണയം നടത്താൻ നിലവിലുള്ള നടപടിക്രമത്തിനനുസരിച്ച് അനുവാദമില്ല. എന്നാൽ ഉത്തരക്കടലാസിന് 1-ന് 160 രൂപ ഫീസ് എന്ന നിരക്കിൽ ഒരു ഹെഡ് തന്നിട്ടുണ്ട്. ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ചലാൻ ഓർ ഇ ചലാൻ ഒടുക്കി അപേക്ഷിച്ചാൽ വിവിധ ഉത്തരങ്ങൾക്ക് നൽകിയിട്ടുള്ള മാർക്കുകൾ കൂട്ടി നോക്കി ആയതിൽ തെറ്റുകളുണ്ടോ എന്ന് പരിശോധിച്ച് വിവരം അറിയിക്കുന്നതാണ്. അപ്പൻഡിക്സ് 6-ൽ കൊടുത്തിട്ടുള്ള മാതൃകയിലുള്ള അപേക്ഷകൾ പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത കാലാവധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഉത്തരക്കടലാസിൻ്റെ പകർപ്പ് OMR പരീക്ഷകൾക്ക് മാത്രമായിട്ട് PSC അലോട്ട് ചെയ്തിട്ടുണ്ട്. ഉത്തരക്കടലാസിൻ്റെ ഫോട്ടോ കോപ്പി ആവശ്യമുള്ളവരെ പേപ്പർ 1-ന് 630 രൂപ ഫീസ് എന്ന നിരക്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ചലാൻ ഓർ ഇ ചലാൻ ഒടുക്കി അപേക്ഷിക്കേണ്ടതാണ്. അപ്പൻഡിക്സ് 7-ൽ കൊടുത്തിട്ടുള്ള മാതൃകകൾ അപേക്ഷകൾ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ജോയിൻറ്റ് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. ഒരു പരീക്ഷാർത്ഥിക്ക് സ്വന്തം ഉത്തരക്കടലാസിൻ്റെ പകർപ്പ് മാത്രമേ നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓൺലൈൻ എക്സാമിനേഷൻസിൻ്റെ ആൻസർ ഷീറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഫോം. 630 രൂപ അടച്ചിട്ടുള്ള ചലാന് ഈ ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ട് PSCക്ക് അപേക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസും അഡ്രസ്സും എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ഏതൊക്കെ പേപ്പറിനാണ് നമുക്ക് അപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്ന കാര്യം കൂടി ഇവിടെ കൊടുക്കുക. അതുപോലെ ഫീസ് അടച്ച ഡീറ്റെയിൽസും ഇവിടെ ആഡ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സിഗ്നേച്ചറും കൂടി ഉൾപ്പെടുത്തുക. എന്നിട്ട് PSCക്ക് അപേക്ഷിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അതേപോലെ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ റീചെക്കിങ്ങിനുള്ള ഫോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ നെയിം ഓഫ് പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക. ഒപ്പം പേഴ്സണലായിട്ട് ഡാറ്റാസും ഫില്ല് ചെയ്യുക. ട്രഷറിയിൽ പൈസ അടച്ച ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ്,
ആപ്ലിക്കേഷൻ ഫോർ ഒപ്റ്റെയിനിങ് ഫോട്ടോ കോപ്പി ഓഫ് ദ OMR ആൻസർ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫോമാണിത്. 630 രൂപ അടച്ച ചലാന് ഈ ഫോമിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യുക. കൂടാണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ നമ്പർ, നെയിം ഓഫ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. എക്സാമിനേഷൻ സെൻറ്റർ ഡീറ്റെയിൽസ്, പണം അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഇവയെല്ലാം ആഡ് ചെയ്ത് സിഗ്നേച്ചറോട് കൂടി കേരള PSCക്ക് ആപ്ലിക്കേഷൻ അയയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ആൻസർ സ്ക്രിപ്റ്റിൻ്റെ റീചെക്കിങ്ങിനും കോപ്പിയും ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്. ഈ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആൻസർ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ, വിചാരിച്ച മാർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ സ്റ്റേജിലുള്ളവരാണെങ്കിൽ PSCയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് റിസൾട്ട് നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഈ ഫോമുകളെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പൂരിപ്പിച്ചിട്ട് കേരള PSCക്ക് ആപ്ലിക്കേഷൻ അയയ്ക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞു പോയവരും അല്ലെങ്കിൽ എക്സാം ഫെയിലായവരും യാതൊരു വിഷമവും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി അവസരമുണ്ട്. ഫെയിലിനെ ബെസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ആയിട്ട് കണ്ടാൽ മതി. നമുക്ക് ഇനി വരാനുള്ളത് 2025 ജൂലൈയിലെ വിജ്ഞാപനമാണ്. അതിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരള PSC പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മന്ത് എന്ന് പറയുന്നത് ഒക്ടോബർ ടു നവംബർ ആണ്. അപ്പോൾ ഇപ്പോൾ കണക്കൂട്ടാണെങ്കിൽ ഏകദേശം 4 മാസത്തോളം നമ്മുടെ മുമ്പിലുണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത അറ്റംപ്റ്റിൽ തന്നെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ് വകുപ്പ് തല പരീക്ഷകൾ. അപ്പോൾ നിങ്ങളോട് കൂടെ സെക്ടർ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഓൾറെഡി നമ്മുടെ ചാനലിൽ അടുത്ത വകുപ്പ് തല പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിച്ച് കഴിഞ്ഞു. കൂടുതൽ വീഡിയോസ് എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് ക്ലാസ് നോട്ട്സൊക്കെ എഴുതി വയ്ക്കുകയാണെങ്കിൽ റിവിഷൻ സമയത്ത് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് മുൻകാല വർഷ ചോദ്യപേപ്പറുകളുടെ പ്രാക്ടീസ് സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടാണ് പ്രാക്ടീസ് സെറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. കേരള സർവീസ് റൂൾസ്, കേരള ഫിനാൻഷ്യൽ കോഡ്, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, കേരള ട്രഷറി കോഡ് എന്നിവയുടെയും മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ്, സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ എന്നിവയുടെയും അതുപോലെ കേരള PSC നടത്തുന്ന ഏത് വകുപ്പ് തല പരീക്ഷകളുടെയും മുൻകാല വർഷ ചോദ്യപേപ്പറുകളുടെ പ്രാക്ടീസ് സെറ്റ് അവൈലബിൾ ആണ്. എത്രത്തോളം ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ വിജയസാധ്യത വർദ്ധിക്കുന്നതായിരിക്കും. ധാരാളം ചോദ്യങ്ങൾ മുൻകാല വർഷങ്ങളിൽ നിന്നും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.